മുമ്പേ ഒരു ഹോം നേഴ്സിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതുപോലുള്ള ഒരു ഹോം നേഴ്സിംഗ് മേഖലയുള്ളൊരു വീഡിയോ തന്നെയത്. ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു 60, 70, 80 ഈ വയസ്സുള്ള അച്ഛന്മാരും അമ്മമാരും. ചില വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ചില വീട്ടിൽ അമ്മമാർ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോം നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അമൃത ഹോസ്പിറ്റലിൽ, എറണാകുളമുള്ള അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് ഇന്നെ ഈ ഡ്യൂട്ടിക്ക് വിടുന്നത്. ബാംഗ്ലൂരിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ആ വീട്ടിലേക്ക് വരുമ്പോൾ ഈ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ മരിച്ചുപോയി. അമ്മ കുറേ കാലം അമ്മയും അച്ഛനും ഒരുമിച്ചേനി. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒറ്റപ്പെട്ടു. അപ്പോൾ ഈ ഫാമിലിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് US സെറ്റിലായി. മോൻ UK ജർമ്മനിൽ പഠിക്കാൻ പോയി. പിന്നെ UK അവിടെ കല്യാണം കഴിച്ചാൽ അവിടെ സെറ്റിലായി. അപ്പോൾ ഇവർ ഓൺലൈൻ വഴിയുള്ള കണക്ഷനുള്ളൂ. അപ്പോൾ ഈ അച്ഛനെ നോക്കണം, അച്ഛൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു മകൻ്റെ സ്ഥാനത്തേക്ക് നിർത്തി ഇന്നെ വിടുന്നതുകൊണ്ട്. വേറെ പേഷ്യൻ്റെ രോഗിയൊന്നുമില്ല. നടക്കാൻ പോകുമ്പോൾ ഒരാൾ വേണം കൂടെ, അത്രയേ ഉള്ളൂ. ശമ്പളമൊക്കെ നമ്മൾ പറഞ്ഞതിനെക്കാണ്ടൊക്കെ കൂടുതലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ട് ഭയങ്കര എന്താ പറയുക, മാനസികമായിട്ട് ഭയങ്കര പരിമൂർക്കുള്ള ഒരാളെമാതിരി. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നു തോന്നുന്നു എനിക്ക്. എൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ആൾ നോർമലായി. പിന്നെ ഞാൻ നടക്കാൻ കൊണ്ടുപോയി കുറേ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ആൾ സ്റ്റേണായി. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്, നല്ല പ്രായത്തിൽ ഞാൻ എൻ്റെ മോനെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കാനായി എല്ലായിടത്തും വിട്ടു, ഒരുപാട് സ്ഥലത്ത് വിട്ട്. അതിലൊരു സ്ഥലത്ത് അവൻ സെറ്റിലായി കല്യാണം കഴിച്ച്. ഞാൻ വിചാരിച്ച് മകൻ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. അവൻ അവിടെ പഠിച്ച് വിദേശ സെറ്റായി. മകളെ പിന്നെ കല്യാണം കഴിച്ച് കൊടുത്തയക്കാൻ വിചാരിച്ചു. അത് യൂസിലായി, അത് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ മകൻ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ച് അവരും അവിടെ സെറ്റിലായി. അപ്പോൾ ഞാനാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ആകെ ഒരു മുഖത. എല്ലാത്തിനും സഹായിക്കാൻ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാളില്ല നമുക്ക് സംസാരിക്കാനും ഒന്നിനും. ഒരു ഫ്രണ്ട്സ് ആരും ഇല്ലാത്ത ഇതിലായിപ്പോയി. അങ്ങനെ ഇത് ഒരു വീട്ടിൽ മാത്രമല്ല, ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഉണ്ട്. വിദേശത്ത് മക്കളുള്ള അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. ഭയങ്കര ഫീലിങ്ങാണ്. ഇവരിങ്ങനെ കരയും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് ഇപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, നിങ്ങൾ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആദ്യം അവിടേക്ക് പോയി വേണ്ടി സെറ്റിൽ അവരെ കൂടെ നിൽക്കാൻ നോക്കുക. അതല്ലാണ്ട് ഇവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുത്തെ മക്കളെ പറ്റിയിട്ട് മക്കൾ അവിടെ പോയി ഇവിടെ പോയി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും 60-70 വയസ്സുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതായത് അവർ മക്കൾ അവിടെ സെറ്റിലാകുമ്പോൾ നിങ്ങളും കൂടി ഒന്നും അവിടെ പോയിട്ട് സെറ്റിലാവുക. അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും അവിടെ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തുകൊണ്ട് അവിടെ സെറ്റിലാകും. എന്നാൽ ഈ ഒരു ഏകാന്തത ഒറ്റപ്പെടൽ ഒഴിവാകും. അല്ലാതെ എന്താ പറയുക, നമ്മളെപ്പോലെ ആളുകളിപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ പറ്റും. ഈ ഒരു സാധനം ഒരു പരിധി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ പോകും. പിന്നെ നിങ്ങൾ അടുത്ത ആൾ വരണം. പിന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ കൂടെ പഠിക്കുകയല്ല, ഇപ്പോൾ കല്യാണം കഴിച്ച് വിടുകയാണ്, അവിടെ ജോലി സെറ്റിലാവാൻ നിങ്ങളും കൂടി അവിടേക്ക് സെറ്റിലാവുന്ന രീതിയിൽ ചെയ്യണം. എന്നാൽ ഈ ഒരു ഭയങ്കര ഒരു പ്രയാസമാണ് ഈ ഒറ്റപ്പെടലെന്ന് പറഞ്ഞത്. അതൊന്ന് നിങ്ങളും ഈ പ്രായമുള്ള 60-70 വയസ്സുള്ള അച്ഛന്മാർ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഞാനെന്താ പറയുക, ഞാനൊക്കെ എൻ്റെ മുന്നിൽ കരഞ്ഞ അച്ഛന്മാരുണ്ട്. ഞാനും കരഞ്ഞു പോയി ചില കാലത്തൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളെ ഒരു മോൻ്റെ മാതിരി കാണും. നമ്മളിങ്ങനെ ഓരോ സഹായം ചെയ്യുമ്പോൾ അവർ മക്കളിൽ നിന്ന് കിട്ടാത്തൊക്കെ നമുക്കൊക്കെ ചെയ്യുന്നൊരു പരിധി ഉണ്ട്. ശമ്പളം തരുത്ത് ചെയ്യിക്കുക. അപ്പോൾ എല്ലാ അച്ഛന്മാരോടും അമ്മമാരോടും ഇങ്ങനെ വിദേശത്ത് മക്കളോട് പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കൂടെ പോയിട്ട് അവിടെ സെറ്റിലാവുക. ഇവിടെ വന്ന് ഒറ്റപ്പെട്ട് നിൽക്കരുത്. നിന്നാൽ നിങ്ങൾ നോക്കാൻ ആളുണ്ടോ സാമ്പത്തികമായിട്ട്, പക്ഷേ ഒരു മാനസികമായിട്ട് നിങ്ങളൊരു ഫിറ്റായിരിക്കും. ഏത് നേരം ഒരു മൂകതയായിരിക്കും. അപ്പോൾ എല്ലാ അച്ഛന്മാരും ഇങ്ങനെ കാണുന്ന വീഡിയോ കാണുന്നത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ.